ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു DI ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിന്നുള്ളതൊരു ബാർ ഡയഗ്രത്തിൻ്റെ DI ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഗിവൺ ബാർ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വാട്ടർ ബോട്ടിൽസ് ഇൻ 5 ഡിഫറെൻറ്റ് ഷോപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഡിഫറെൻറ്റ് ഷോപ്പുകളുണ്ട്. ആ 5 ഡിഫറെൻറ്റ് ഷോപ്പുകളിലും വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലുമുള്ള വാട്ടർ ബോട്ടിൽസിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ആദ്യത്തെ ഷോപ്പായ എ എടുത്തു കഴിഞ്ഞാൽ എയുടെ ആദ്യം ഡാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീലും, അതേപോലെ കുറച്ച് ഗ്രേ കളർ പോലെ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കുമാണ് ആദ്യത്തേത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണമുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബാർ ഗ്രാഫിൽ നിന്ന്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 0 to 10, 0 to 100, 0 to 100-നകത്ത് എത്ര സ്മോൾ ലൈൻസ് ഉണ്ട്? 5 ലൈൻസ് ആണുള്ളത്. അപ്പം 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? 5, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 20 അല്ലേ. അപ്പോൾ ഈ ഓരോ സ്മോൾ ഗ്യാപ്പ് എന്ന് പറയുന്നതും 20 ആണ്. 20 വെച്ച് കൂടിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോപ്പ് എയുടെ കാര്യം നോക്കാം. ഷോപ്പ് എയിൽ സ്റ്റീൽ എത്രയുണ്ട്? 400 കഴിഞ്ഞ് പിന്നെ ഒരു ബാറും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 420 ആണ് സ്റ്റീൽ. അതേപോലെ പ്ലാസ്റ്റിക് എത്രയാണ്? 380. ഓക്കെ, ഇതേപോലെ നമുക്ക് ബിയും സിയും ഡിയും ഇയും എല്ലാ ഷോപ്പിലും ഉള്ള സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും വാട്ടർ ബോട്ടിൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻ എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻ ഡി. അപ്പം എയിലുള്ള സ്റ്റീൽ ബോട്ടിലും എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഡിയിലുള്ള സ്റ്റീൽ ബോട്ടിനെ അപേക്ഷിച്ച്. അപ്പം എയിൽ എത്രയാണ്? വേണ്ട, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 420. ഡിയിലെ സ്റ്റീൽ ബോട്ടിൽ എത്രയാണ്? 480 അല്ലേ. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? 420 ഡിവൈഡഡ് ബൈ 480 ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. 0 ക്യാൻസൽ, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 7, ഇവിടെ 6 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പം എത്ര കിട്ടുന്നത്? 8. അപ്പോൾ 7/8 ഇൻറ്റു 100 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 87.5% ആണ്. ഓക്കെ, 7/8 എന്ന് പറയുന്നത് 87.5% ഫ്രാക്ഷൻ ഫോമാണ്. അതിൽ നിന്നാണ് നമ്മളത് കിട്ടിയത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻ ഓൾ ഷോപ്സ് ടുഗദർ? പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ആവറേജ് ആണ് നമുക്ക് വേണ്ടത്. 5 ഷോപ്പുകളാണുള്ളത്. അവിടുത്തെ എല്ലാ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെയും ആവറേജ് വേണം. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ 380, 400, 240, 320 ആൻഡ് 420. അപ്പോൾ ഇതിലെ എല്ലാം കൂടെ എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യണം അല്ലേ. 380, പിന്നെന്താണ് 400, പിന്നെന്താണ് 240, നെക്സ്റ്റ് 320, ദെൻ ഫൈനലി 420. എല്ലാം കൂടെ ആഡ് ചെയ്യുക. 0, 12 + 4 16, 1 ബാലൻസ് 7, 9 + 1 10, 13, 17. അപ്പോൾ ഇതാണ് ടോട്ടൽ 1760 ടോട്ടലാണ്. അപ്പോൾ ആവറേജ് കിട്ടാൻ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ എണ്ണം കൊണ്ട് എണ്ണം 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3, 2 ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ വീണ്ടും 5, 1 ബാലൻസ് 352. ഓപ്ഷൻ നമ്പർ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻ ബി ആൻഡ് ഇ? ബി എന്ന ഷോപ്പിലെയും ഇ എന്ന ഷോപ്പിലെയും പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും ബോട്ടിൽസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എടുത്ത് നോക്കാം. ബി ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ. 400 + 280 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 680 ഈസ് അടുത്ത എന്താണ്? ഏത്? ഇ ആണ്. ഇ എന്ന ഷോപ്പ്. അപ്പോൾ 420 + 180 ഈസ് ഈക്വൽ ടു എത്രയാണ്?
600 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കുമ്പം 34:30. വീണ്ടും ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17:15 അല്ലേ. 17:15 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻ എ ആൻഡ് സി ടുഗദർ ആൻഡ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻ സി ആൻഡ് ഡി ടുഗദർ? ഓക്കെ, അപ്പം എ എന്ന ഷോപ്പിലും സി എന്ന ഷോപ്പിലും ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ എണ്ണം. എ എന്ന ഷോപ്പ് ഇതാണല്ലോ, അവിടുത്തെ പ്ലാസ്റ്റിക് ഇതാണല്ലോ 380. സി എന്ന ഷോപ്പിലെ പ്ലാസ്റ്റിക് അപ്പം 380 പ്ലസ് 240. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 500, 580, 620. ഓക്കെ, ഈ 620 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന്? ഏതിൻ്റെയാണ്? സ്റ്റീൽ ബോട്ടിൽസ് ഇൻ സി ആൻഡ് ഡി. സിയിലെയും ഡിയിലെയും സ്റ്റീൽ ബോട്ടിൽസിൻ്റെ എണ്ണം. സിയുടെ താണ്ടേ, സിയുടെയും ഡിയുടെയും. അപ്പോൾ 700, 780, പിന്നെന്താ ഒരു 16 കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ആ 16 കൂടെ കൂട്ടുമ്പം 780 പ്ലസ് 16 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 840. ഇതിൻ്റെ എന്തെടുത്താൽ മതി? ഇതിനെ ഇൻറ്റു 100 ചെയ്തിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 31, ഇവിടെ 42. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 73 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നൺ ഓഫ് ദീസ് എന്തായാലും ഇല്ല. ഓക്കെ, നൺ ഓഫ് ദീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോക്കുമ്പം വൺസ് പ്ലേസ് ഇവിടെ ഡിഫറൻറ്റുമാണ്. അപ്പോൾ നമുക്ക് 73 വരെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 73.8 ആയിരിക്കും ഉത്തരം ബാക്കി. ഓക്കെ, അപ്പോൾ നൺ ഓഫ് ദീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നൺ ഓഫ് ദീസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഫുള്ള് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻ എ ആൻഡ് ഇ ടുഗദർ ടു ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻ ബി ആൻഡ് ഇ ടുഗദർ? അപ്പം എ ആൻഡ് ഇ ടുഗദർ, സ്റ്റീൽ ബോട്ടിൽസ് ഇൻ എ ആൻഡ് ഇ. സ്റ്റീൽ ബോട്ടിൽസ് ഇവിടെ എത്ര ഉണ്ട്? 420. ഇവിടെ സ്റ്റീൽ ബോട്ടിൽസ് 180. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 600. ഓക്കെ, റേഷ്യോ ആണ്, അതുകൊണ്ട് ഈസ് ടു. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻ ബി ആൻഡ് ഇ ടുഗദർ. ബി ആൻഡ് ഇ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബി 400, ഇ എന്ന് പറയുന്നത് 420. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പം 820. അപ്പോൾ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 41. 30:41. 30:41 ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഒരു സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.